ഈ ജോയിയുടെ ഈ പ്രാദേശിക നേതാവിന്റെ വീട്ടിലാണ് ഉള്ളത്. ഈ സഹകാരിയും അതോടൊപ്പം തന്നെ നേരത്തെ പഞ്ചായത്ത് മെമ്പറും ഒക്കെ ആയ ജോയ് എന്ന വ്യക്തിയുടെ വീട്ടിലാണ് ഉള്ളത്. ഇദ്ദേഹം ഈ തെങ്കരയിലേക്ക് പോകുന്ന വഴിയാണ്. തെങ്കരയിലേക്ക് പോകുന്നത് ഈ ഭാഗത്ത് കൂടി തന്നെയാണ് നിലവിൽ. അതായത് അട്ടപ്പാടി റോഡ് തകർന്നു കിടക്കുന്നതിനാൽ ഈ കാഞ്ഞിരപ്പുഴ റോഡ് വഴിയാണ് പോകുന്നത്. അതിനിടയിലാണ് ഈ ജോയ് എന്ന കോൺഗ്രസ് നേതാവിന്റെ വീട്ടിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ കയറിയിരിക്കുന്നത്. നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് നേരത്തെ ഈ കരിമ്പ കല്ലടിക്കോട് സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റായ സാജു ഉൾപ്പെടെയുള്ള ആളുകളെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. ഇവിടെയുള്ള ഒരു പ്രാദേശിക നേതാവിന്റെ വീട്ടിൽ സന്ദർശനം നടത്തുകയാണ്. ഇനി പൗലോസ് എന്ന ഈ മരിച്ച കോൺഗ്രസ് നേതാവിന്റെ വീട്ടിലേക്ക് അല്പസമയത്തിനുള്ളിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ പോകും എന്നുള്ള വിവരം കൂടിയാണ് ലഭിക്കുന്നത്. സാജിദ് അജ്മലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിലെ തന്റെ പര്യടനം തുടരുകയാണ്. ഇപ്പൊ സൊസൈറ്റിയിലെ പിന്നെ ആളാണ് ഒന്ന് മൂപ്പര്. നമ്മുടെ ഈ കാഞ്ഞിര ഇപ്പോൾ രാഹുൽ ജോയിന്റെ അതെ അതെ അയാളിപ്പോ അജിംസ് ഇപ്പോൾ കാഞ്ഞിരപ്പുഴ രാജിത് ഇപ്പോൾ എവിടെയാണ് രാഹുൽ ഉള്ളത്? അജിംസ് പുഞ്ചക്കോട്, അതായത് കാഞ്ഞിരപ്പുഴ പുഞ്ചക്കോട് ഉള്ള ഈ ജോയ് എന്ന വ്യക്തിയുടെ വീട്ടിലാണ് രാഹുൽ ഉള്ളത്. ഇത് ആരാ? ജോയ് എന്ന ആളുടെ വീടാ? ജോയ് മെമ്പറാണ്. ഇപ്പം മെമ്പറല്ല, ഇപ്പോ സൊസൈറ്റി മെമ്പറാണ് മൂപ്പര്. കോൺഗ്രസിന്റെയും നേതൃതലത്തിലുള്ള ആളാണോ? ആയിരുന്നു. ഇവിടെ ജനങ്ങൾക്ക് മൊത്തം നല്ലൊരു അഭിപ്രായം, ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല ചെയ്യുന്ന ഒരാളും കൂടിയാണ് ജോയ് മെമ്പർ. ഇപ്പോൾ സൊസൈറ്റിയിലാണ് മൂപ്പര് മെമ്പറായിട്ട് നിൽക്കുന്നത്. സൊസൈറ്റി സഹകരണ ബാങ്ക് പട്ടിശ്ശേരി. ഇങ്ങോട്ട് വരുമെന്ന് രാഹുൽ വരുന്നു നിങ്ങൾക്ക് അറിയുമായിരുന്നോ? അറിയില്ല, കറക്റ്റായിട്ട് അറിയില്ലായിരുന്നു. ഇപ്പോൾ ജനങ്ങൾ മൊത്തം തടിച്ചുകൂടി മീഡിയയിലെ വന്നപ്പോഴാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ജനങ്ങൾക്ക് മനസ്സിലായത്. ഇപ്പൊ കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിലെ പുഞ്ചക്കോട് അല്ല, മുണ്ടക്കുന്ന്. കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിലെ മുണ്ടക്കുന്ന് ാണ് ഈ കാഞ്ഞിരപ്പുഴ മുണ്ടക്കുന്നിലാണ് ഉള്ളത്. ഇവിടെ നിന്ന് അദ്ദേഹം നേരെ തെങ്കരയിലുള്ള പൗലോസ് എന്ന മുൻ KPCC സെക്രട്ടറിയുടെ വീട്ടിലേക്കാണ് പോവുക. ഇന്ന് പുലർച്ചെയാണ് ഈ പൗലോസ് എന്ന KPCC സെക്രട്ടറി അന്തരിച്ചത്. അദ്ദേഹത്തിന്റെ വീട് സന്ദർശിക്കും. അതിനുശേഷം രാഹുൽ പാലക്കാട്ടെ MLA ഓഫീസിലേക്ക് പോകാനാണ് സാധ്യത. അങ്ങനെ MLA ഓഫീസിന് സമീപത്ത് എത്തുകയാണെങ്കിൽ ഒരുപക്ഷെ വലിയ പ്രതിഷേധത്തിന് DYFIയും BJPയും കോപ്പ് കൂട്ടുന്നുണ്ട്. അതിനുള്ളൊരു സാധ്യത ഉണ്ട്. എന്തായാലും ഇപ്പോഴുള്ളത് അദ്ദേഹത്തിന്റെ സ്വകാര്യ സന്ദർശനങ്ങളാണ്, മരണവീട് സന്ദർശനങ്ങളാണ്. ആ സമയത്ത് പ്രതിഷേധിക്കില്ല. മറിച്ച് അദ്ദേഹം MLA ഓഫീസിലേക്ക് കയറുകയാണെങ്കിൽ അവിടെ പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത്തരം ഈ സംവിധാനങ്ങൾ DYFIയും അതോടൊപ്പം തന്നെ BJPയും എല്ലാം തന്നെ ഒരുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ കോൺഗ്രസിന്റെ ഏതാനും ആളുകളാണ് ഈ ജോയ് എന്ന വ്യക്തിയുടെ വീട്ടിൽ ഉള്ളത്, കാഞ്ഞിരപ്പുഴയിലെ വീട്ടിലുള്ളത്. ഇനി ഈ പൗലോസിന്റെ വീട്ടിലേക്ക് ഒരു 20 മിനിറ്റ് കൂടി യാത്ര ചെയ്ത് കഴിഞ്ഞാൽ KPCC സെക്രട്ടറി പൗലോസിന്റെ വീട്ടിലേക്ക് എത്താം. അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരത്തിൽ അന്തിമോപചാരം അർപ്പിച്ച ശേഷം ഈ പാലക്കാട്ടേക്ക് തന്നെ മടങ്ങാനുള്ളൊരു സാധ്യതയാണ്. അദ്ദേഹം പിന്നീട് ഇവിടെ എത്തുമ്പോൾ, MLA ഓഫീസിൽ എത്തുമ്പോൾ ഏത് തരത്തിലുള്ളൊരു പ്രതിഷേധം ഉണ്ടാകും എന്നുള്ളതാണ് അറിയേണ്ടത്. നമുക്കറിയാം ഈ രാഹുൽ എങ്ങോട്ടാണ് പോകുന്നത് എന്നതിൽ ആദ്യം ഒരു വ്യക്തതക്കുറവ് ഉണ്ടായിരുന്നു. അദ്ദേഹം നേരെ MLA ഓഫീസിലേക്ക് എത്തുമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ നേരെ അദ്ദേഹം ഈ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റായ സേവ്യറുടെ വീട്ടിലേക്കാണ് പോയത്. സേവ്യറുടെ സഹോദരൻ കഴിഞ്ഞ ദിവസം മരിച്ചിരുന്നു. അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് വരുന്നു. അങ്ങനെയാണ് പിന്നീട് അദ്ദേഹം ഈ മണ്ണാർക്കാട് ഭാഗത്തേക്ക് വരുന്നത്. മണ്ണാർക്കാട് ഭാഗത്തേക്ക് എത്തിയതോട് കൂടി തന്നെ അദ്ദേഹം മണ്ണാർക്കാട് ഭാഗത്തേക്ക് വന്നതോട് കൂടി ഈ പിന്നീട് വഴിയിൽ വെച്ചാണ് ഈ പോലീസും മറ്റ് സംവിധാനങ്ങളും വരുന്നത്. ഇപ്പോഴെന്തായാലും യൂത്ത് കോൺഗ്രസിന്റെയും മറ്റും പ്രവർത്തകർ കൂടുതൽ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇനി എന്തെല്ലാമാണ് രാഹുൽ ഒരുക്കുന്നത്, രാഹുലിന്റെ പദ്ധതികൾ എന്തെല്ലാമാണ് എന്നത് അടക്കമുള്ള നമുക്ക് അറിയാം. ഇപ്പോൾ ഈ KT അജ്മൽ KSUവിന്റെ നേതാവ് നമ്മോടൊപ്പം ഉണ്ട്. എങ്ങടാണ് ഇനി രാഹുൽ അടുത്ത് അങ്ങോട്ട് പോകുന്നത്? ഇല്ല, ബാക്കി കാര്യങ്ങളൊക്കെ അറിയിക്കും, നമ്മളോട് വരാം.
ഇത് എന്തായാലും ഈ ബാക്കി കാര്യങ്ങൾ അറിയിക്കുമെന്ന് മാത്രമാണ് പറയുന്നത്. എന്തായാലും ഈ പ്രാദേശികമായുള്ള നേതാക്കൾ, ജില്ലാ തലത്തിലുള്ള നേതാക്കൾ, ഈ ഭാഗത്തു നിന്നുള്ള നേതാക്കളെല്ലാം തന്നെ ഇങ്ങോട്ട് എത്തുന്നുണ്ട്. രാഹുൽ അകത്തേക്ക് കയറി ഏതാണ്ട് 10 മിനിറ്റ് കഴിയുന്നു. പാലക്കാട് മണ്ഡലത്തിൽ തന്റെ പര്യടനം തുടരുകയാണ്.